ഹലോ, വെൽക്കം ബാക്ക് ടു മാഡ്ലിച്ചം. ഇന്നത്തെ എൻ്റെ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനിതാ പുതിയൊരു വ്ളോഗായിട്ടാണ് കേട്ടോ വന്നത്. ഒരു ഈവനിങ് വ്ളോഗ് എടുക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ അതാ ടൈം 6 മണി ആയിട്ടുണ്ട് കേട്ടോ. 6 മണിക്കാണ് ഞാനിങ്ങനെ സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് ഈ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. ഇപ്പം ഇതാ സമയം 6 മണിയായിട്ടോ. വൈകുന്നേരം 6 മണിയായി. അപ്പോൾ അതാ മോനെ എണീറ്റ് ഫുഡൊക്കെ കൊടുത്ത് കഴിഞ്ഞിട്ടുള്ള ടൈമാണ് കേട്ടത്. ഏകദേശം ബാങ്ക് കൊടുക്കാനായിട്ടുണ്ട്. അപ്പോൾ അതാ മോനിങ്ങനെ ബെഡിലിരുന്ന് ഇങ്ങനെ കളിക്കുകയാണ് കേട്ടോ. ഈ ഒരു ടൈമിൽ ആൾ ഫുള്ള് കളി തന്നെ ആയിരിക്കും. അങ്ങനെ ഇതാ ഞാൻ മോൻ്റെ അടുത്ത് ക്യാമറയിൽ നോക്കിയിട്ട് ഇങ്ങനെ ചിരിക്കാൻ പറയാണ് കേട്ടോ. ആൾ ടാറ്റൊക്കെ കൊടുക്കും. അപ്പോൾ അതിങ്ങനെ ക്യാമറയിൽ നോക്കിയിട്ട് ഇങ്ങനെ കൊടുക്കാൻ പറയാണ്. പക്ഷെ ആൾ കളിക്കാനുള്ളൊരു സാധനം കണ്ടിട്ട് ഫുള്ള് അതിലായിട്ട് ഫോക്കസ് ചെയ്യണത്. മോൻക്ക് പിന്നെ ഈ ഒരു ഡോളിന് ഭയങ്കര പേടിയാണ് കേട്ടോ. അടുത്തേക്ക് കൊണ്ടുവരുമ്പോൾ ആൾ കണ്ടില്ല ഇങ്ങനെ പുറകോട്ട് പോയിക്കൊണ്ട് നിൽക്കണേ. ഇതേപോലെ ഒരു മങ്കി ഉണ്ട് കേട്ടോ, അതിനും ഭയങ്കര പേടിയാണ് അടുത്തേക്ക് കൊണ്ടുവരുമ്പോൾ. അങ്ങനെ ദാ ഈ ഒരു ടൈം ആയപ്പോൾ ഞാൻ വിചാരിച്ച് അവനെ ഒന്ന് നിലത്തിറക്കിയിട്ട് കളിപ്പിക്കാൻ വിടാന്ന്. കാരണം ഞാൻ അവനെ നിലത്തിറക്കാറേ അല്ല കേട്ടോ. കാരണം അവനക്ക് എപ്പോഴും നിലത്തിറക്കിയാൽ ഈ ജലദോഷവും കഫക്കെട്ടും എപ്പോഴും വരും. അതുകൊണ്ട് ഞാൻ എപ്പോഴും ഒന്നില്ലെങ്കിൽ ഞാൻ എടുത്തുകൊണ്ട് എടുക്കും, അല്ലെങ്കിൽ ബെഡിൽ അങ്ങനെ തന്നെയാണ് കേട്ടോ നടത്താറ്. അങ്ങനെ ഇപ്പം ഞാൻ വിചാരിച്ചു 2 പാൻറ്റും സ്വെറ്ററൊക്കെ ഇട്ട് കൊടുത്ത് ഷോക്സൊക്കെ ഇട്ട് കൊടുത്തിട്ട് നിലത്തിറക്കി വിടാൻ വിചാരിച്ച്. അങ്ങനെ ഇതാ സ്വെറ്ററും പിന്നെ അതേപോലെ പാൻറ്റൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഇങ്ങനെ ഇറക്കാനുള്ള പരിപാടിയാണ് കേട്ടോ. പിന്നെ അതാ ഞാൻ 2 പാൻറ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതേപോലെ തന്നെ അതാ ഷോക്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെയൊക്കെ ഇട്ടിട്ട് നിലത്തിറക്കി കഴിഞ്ഞാൽ അധികം തണുപ്പടിക്കില്ലല്ലോ എന്ന് വിചാരിച്ചിട്ടാട്ടോ ഇങ്ങനെയൊക്കെ ഇട്ട് കൊടുക്കണത്. അങ്ങനെ ഇതാ അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ മോനെതാ നിലത്തിറക്കി കേട്ടോ. അപ്പോൾ ആൾക്ക് ഫസ്റ്റ് ഭയങ്കര സന്തോഷമായി. എന്താ ചെയ്യേണ്ടതെന്ന് അറിയാത്തൊരു കളി കളിക്കണ്ടായിരുന്നു കേട്ടോ. കുറേ അങ്ങോട്ട് പോയി കുറേ ഇങ്ങോട്ട് പോയിട്ടൊക്കെ. പിന്നെ മോനെ നിലത്തിറക്കിയ ചെയ്യണ ഫസ്റ്റത്തെ പണി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെരുപ്പ് കടിക്കുക കേട്ടോ. അതെവിടെ കണ്ടാലും വേഗം വായിലിടും. അപ്പോൾ അത് വേഗം വാങ്ങി വെച്ചിട്ട് കുറച്ച് കളിക്കാനുള്ള സാധനങ്ങളൊക്കെ ഇട്ട് കൊടുത്തിട്ടാണ്. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് നല്ലപോലെ കളിക്കുന്നുണ്ട് കേട്ടോ. നല്ല മോനായിട്ട് കളിക്കുന്നുണ്ട്. മോനിതാ കുറേ അങ്ങോട്ട് ഓടും, എന്നിട്ട് ആ സാധനം എടുത്തിട്ട് കുറച്ച് നേരം കളിക്കും, പിന്നെ അത് അവിടെ ഇടും, പിന്നെ അങ്ങോട്ട് പോവും. അങ്ങനെയൊക്കെ ആയിട്ട് ഇങ്ങനെ കളിക്കുന്നുണ്ട് കേട്ടോ. പൊതുവേ ഞാനിങ്ങനെയാണ് നിലത്തിറക്കാറേ ഇല്ല. അപ്പോൾ എന്താ ഇന്നിങ്ങനെ വിട്ടുക എന്നുള്ള ആലോചിച്ചിട്ടാണ് തോന്നുന്നു നിൽക്കുന്നത്. എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് തന്നെ അറിയണില്ല. അതുപോലെ തന്നെ മോൻ അധികം മുട്ടുകുത്തൂല കേട്ടോ. ഒരു 2 സ്റ്റെപ്പ് മുട്ടുകുത്തിയിട്ട് അതേപോലെ അപ്പം അവിടെ ഇരിക്കും, എന്നിട്ട് നീന്തുക ചെയ്യും അതേപോലെ. അതുകൊണ്ടാണ് കേട്ടോ പെട്ടെന്ന് നെഞ്ഞിന് തണുപ്പടിക്കുന്നത്. അങ്ങനെ മോനെ എൻ്റെ അടുത്തെത്തിക്കണം കേട്ടോ. എന്നിട്ട് എൻ്റെ ചെരുപ്പ് കടിക്കാനുള്ള പരിപാടിയാണ്. അങ്ങനെ അവിടെ നിന്ന് വേഗം പിടിച്ച് മാറ്റിയിട്ട് വേഗം മാറ്റി വെക്കണം കേട്ടോ അവനെ. എൻ്റെ അടുത്തുനിന്ന് വിട്ടപ്പോൾ നേരെ അവൻ ഉമ്മാൻ്റെ അടുത്തേക്ക് പോവാം കേട്ടോ, ഉമ്മാൻ്റെ ചെരുപ്പ് കടിക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഉമ്മച്ചി വേഗം ചെരുപ്പ് ഹൈഡാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ മോനിതാ കുറേ നേരം ഇരുന്ന് അങ്ങനെ കളിക്കുന്നുണ്ട് കേട്ടോ. കളീൻ്റെ ഇടയിൽ അവനക്കൊരു സ്വഭാവമുണ്ട്, തല ഇങ്ങനെ പുറകേക്ക് ഇങ്ങനെ അടിക്കുന്ന ഒരു സ്വഭാവം കേട്ടോ. ഒറ്റക്ക് ഇങ്ങനെ തല ഇങ്ങനെ കുലുക്കുന്ന ഒരു സ്വഭാവമുണ്ട്. അങ്ങനെ അവൻ നിലത്ത് കിടന്നിട്ട് ബെഡ് കിടന്ന് തല കുലുക്കുന്ന പോലെ കുലുക്കിയതാണ്. അതേപോലെ നിലത്ത് ടൈലിൽ പോയിട്ട് നല്ലൊരു ഇടി അടിച്ചിട്ടോ. അതിലാൾ ഫുള്ള് കരച്ചിലും ഇതൊക്കെ ആയിട്ട് ഫുള്ള് കരച്ചിലായിരുന്നു. കളിക്കാൻ വിട്ടിട്ട് ഒരു 10 മിനിറ്റ് ആയിട്ടില്ല, അപ്പോഴത്തേക്കും ആൾ ഒരിതുണ്ടാക്കി വെച്ചിട്ടോ. അങ്ങനെ മോന് കരഞ്ഞ് മൂക്കൊക്കെ ഒലിപ്പിച്ചിരിക്കുന്നുണ്ട് കേട്ടോ നേരത്തെ തടിയിൽ. അങ്ങനെ മോൻ്റെ കരച്ചിലൊക്കെ മാറ്റി കുറച്ച് നേരം ഫീഡൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ അവൻ ബെഡിലിരുന്നിട്ട് അങ്ങനെ കളിക്കുക കേട്ടോ. അവനക്ക് ഈ ബെഡിലിരുന്ന് കളിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ചെറിയൊരു ഫോൺ കിട്ടിയിട്ടുണ്ട്, അപ്പോൾ അതും കടിച്ചിട്ട് അങ്ങനെ കളിക്കുക കേട്ടോ. പിന്നെ ഞാൻ അവൻ്റെ സ്വെറ്ററും അതേപോലെ 2 പാൻറ്റൊക്കെ ഇട്ടിട്ടില്ലായിരുന്നോ, അതിലൊരു പാൻറ്റൊക്കെ ഊരി കൊടുത്തിട്ടോ. നല്ല ചൂടല്ലേ കാരം. നിലത്തിറക്കാൻ വേണ്ടിയിട്ടാണ് അതൊക്കെ ഇട്ട് കൊടുത്തത്. അപ്പോൾ ഇനി എന്തായാലും നിലത്തിറക്കാത്തതുകൊണ്ട് ഞാനതൊക്കെ അയച്ചു കൊടുത്തിട്ടോ. അപ്പോൾ ആൾ ഒരു തസ്ബിമാല എടുത്തിട്ട് ഇങ്ങനെ കളിക്കുന്നുണ്ട്. പിന്നെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ മോനക്ക് ഇങ്ങനെ കുറുമ്പ് തുടങ്ങിട്ടോ. ഉറക്കം വന്നിട്ടാണോ അതോ വിശന്നിട്ടാണോ അറിയില്ല, ഇങ്ങനെ ചെറിയ കുറുമ്പ് വരാൻ തുടങ്ങി. അപ്പം ഞാൻ വിചാരിച്ച് വേഗം ഫുഡൊക്കെ കൊടുത്തിട്ട് അവനെ ഉറക്കാൻ വിചാരിച്ച്. കുറേ ജനലിൻ്റെ മേലെ കയറിയിട്ട് ഇങ്ങനെ കളിക്കും. പിന്നെ ചുമരുമേൽ ഞാൻ വരച്ച കുറേ പിക്ചറുകളുണ്ട് കേട്ടോ. അപ്പോൾ അതും പിടിച്ച് അതിൽ നോക്കി കുറേ നേരം അങ്ങനെ കളിക്കും കേട്ടോ.
അങ്ങനെ അതാ കുറച്ച് നേരം ഇനി ഞങ്ങൾ രണ്ടുപേരും കളിക്കാൻ വിചാരിച്ചിട്ട് അങ്ങനെ കളിക്കുകയാണ് കേട്ടോ. ഞാൻ വീഡിയോ അങ്ങനെ ഓണാക്കിയപ്പോൾ അങ്ങനെ നോക്കിയിരിക്കുന്നുണ്ട്. അപ്പോൾ അതാ കയ്യിലൊരു നിപ്പിളുണ്ട് കേട്ടോ, അപ്പോൾ അത് വെച്ചിട്ടാണ് കളിക്കുന്നത്. ആളിതാ അപ്പം എൻ്റെ അടുത്ത് നിന്നിട്ട് വച്ചുണ്ടാക്കുന്നുണ്ട്. പിന്നെ അതാ ക്യാമറയൊക്കെ നോക്കി ചിരിക്കാൻ പറയുമ്പോൾ മാത്രം മോൻ ചിരിക്കില്ല കേട്ടോ. അപ്പോൾ അതിലേക്ക് നോക്കി അങ്ങനെ ഇരിക്കുകയാണ്. ഞാൻ കുറേ ചിരിപ്പിക്കാൻ നോക്കുന്നുണ്ട്, പക്ഷെ ചിരിക്കില്ല. പിന്നെ അതേപോലെ കളി തുടങ്ങിട്ടോ അവന്. അങ്ങനെ ഇതാ ഞാൻ നേരെ കിച്ചണിൽ പോയി നോക്കിയപ്പോൾ ഉമ്മ ഇതാ മീൻ പൊരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അതിലങ്ങനെ പൊരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിങ്ങനെ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തതാണ്. അതേപോലെ ഇതാ മറ്റേ തക്കാളീൻ്റെ ഒരു ഇലയല്ലേ, അതും ഉമ്മ ഇങ്ങനെ നന്നാക്കുന്നുണ്ട്. പിന്നെ ഇതാ ഉപ്പച്ചയ്ക്ക് വേണ്ടിയിട്ടുള്ള ചപ്പാത്തിക്കുള്ള മാവൊക്കെ കുഴച്ച് വെച്ചിട്ടുണ്ട്. അങ്ങനെ എന്താ മോൻക്ക് ഉറക്കം വന്നിട്ടുള്ള കുറുമ്പ് ഇങ്ങനെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ആളിങ്ങനെ കരഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്, വെറുതെ കുറുമ്പ് അട്ടിങ്ങോണ്ട് നിൽക്കുകയാണ്. അപ്പം ഞാൻ വിചാരിച്ചെന്നാൽ അവനെ അങ്ങനെ ഉറക്കാമെന്ന് വിചാരിച്ച്. അങ്ങനെ ഇതാ ഞാൻ അവനെ തൊട്ടിയിലിട്ടിട്ട് ഇങ്ങനെ കുറേ ആട്ടുണ്ട് കേട്ടോ. വേഗം ഉറങ്ങിക്കോട്ടെ വിചാരിച്ചിട്ട് ഇപ്പോൾ ഒരു ടൈം 7:30 ആ ഒരു ടൈം ആയിക്കണം കേട്ടോ. അപ്പം ഞാൻ വിചാരിച്ചെന്നാൽ അവനെ വേഗം ഉറങ്ങിക്കോട്ടെ വിചാരിച്ചിട്ട് കുറേ ഇതെങ്ങനെ ആട്ടി ഉറക്കുന്നുണ്ട്. ഞാൻ വിചാരിച്ചു മോൻക്ക് നല്ല ഉറക്കം വന്നിട്ട് കാരം കുറുമ്പെന്ന്, എന്നാൽ വേഗം ഉറക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ കുറേ നേരം ആട്ടിട്ടോ. അങ്ങനെ ഇതാ ഒരു 10-15 മിനിറ്റിന് ശേഷം കാണുന്ന കാഴ്ചയാണ് കേട്ടത്. ഞാൻ വിചാരിച്ചു അവൻ നല്ലോണം ഉറങ്ങിയിട്ടുണ്ടാവുമെന്ന് വിചാരിച്ച് തൊട്ടിയിൽ നോക്കിയപ്പോൾ ഇതാ ആൾ കണ്ണും തുറന്ന് അങ്ങനെ കളിക്കുക കേട്ടോ. മോനിതാ തൊട്ടീൻ്റെ ഉള്ളിൽ നിന്ന് എൻ്റെ അടുത്ത് ഇങ്ങനെ ഒച്ചിട്ട് കളിക്കുകയാണ്. ഇപ്പോൾ മനസ്സിലായി ആൾക്കൊരു ഉറക്കമില്ലാന്ന് കേട്ടോ. അങ്ങനെ ഞാനിതാ തൊട്ടിയിൽ നിന്ന് അവനെ എടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് ഞാൻ വിചാരിച്ചു ഇനി ഫുഡ് കൊടുക്കുക, ചിലപ്പോൾ ഇനി അതിൻ്റെ കുറുമ്പായിരിക്കും എന്ന് വിചാരിച്ചിട്ട് എന്നാൽ വേഗം ഫുഡ് കൊടുക്കുക വിചാരിച്ചിട്ട് അങ്ങനെ പോവുകയാണ്. അങ്ങനെ ഇതാ ഉമ്മച്ചി ചപ്പാത്തിക്കുള്ളതൊക്കെ പരത്തി വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഞാൻ മോൻക്ക് ഇതാ കുറച്ച് ചൂടുവെള്ളം കൊടുക്കാൻ വിചാരിച്ചിട്ട് അങ്ങനെ കൊടുത്തുകൊണ്ട് നിൽക്കുകയാണ്. വെള്ളം കൊടുക്കാൻ ഞാൻ എപ്പോഴും മറക്കും കേട്ടോ, പക്ഷെ ആൾ കൊടുത്താൽ അങ്ങനെ കുടിക്കുകയും ചെയ്യും. അപ്പോൾ അതിങ്ങനെ കൊടുത്തുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ. അങ്ങനെ വെള്ളമൊക്കെ കുടിച്ച് കഴിഞ്ഞതിൻ്റെ ശേഷം ഞാനിതാ മോനെ നിലത്തിറക്കിയിരിക്കുകയാണ്. അവനക്ക് ഫുഡ് എടുക്കണ വരെ അവൻ നിലത്ത് കളിച്ചോട്ടെ വിചാരിച്ചിട്ട്. അപ്പോൾ മോനിതാ കുറച്ച് നടന്നിട്ട് എന്നെ നോക്കിയിട്ട് അങ്ങനെ നിൽക്കുകയാണ്. അങ്ങനെ ഞാനിതാ കുറച്ച് ചോറെടുത്തിട്ട് മിക്സിയിലിട്ടിട്ട് കുറച്ച് ഉപ്പും അതേപോലെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഒന്നിങ്ങനെ കറക്കിയെടുക്കുകയാണ് കേട്ടോ, കുറച്ച് വെള്ളം ഒഴിച്ചിട്ട്. മോനക്കുള്ള ഫുഡ് കൊണ്ട് പോയി നോക്കിയപ്പോൾ ഇതാ മോന് നല്ല കളിയിലാട്ടോ, നിലത്തിരുന്നിട്ട് അങ്ങനെ കളിക്കുന്നുണ്ട്. അങ്ങനെ ഞാനിതാ മോനെ അവിടെ നിന്ന് എടുത്തിട്ട് ഫുഡ് കൊടുക്കാൻ വിചാരിച്ച്. അങ്ങനെ ഇതാ ഉപ്പച്ചി അവനും കൂടി പൂച്ചക്കുട്ടീൻ്റെ അടുത്ത് ഇങ്ങനെ കളിക്കുക കേട്ടോ. അവനക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പൂച്ചക്കുട്ടി ഉണ്ട് അവിടെ, അപ്പോൾ അതുമായിട്ട് അങ്ങനെ കളിക്കുകയാണ്. പൂച്ചയാണെങ്കിൽ ഒളിഞ്ഞ് കളിക്കുന്നുണ്ട്, അപ്പുറത്തും ഇപ്പുറത്തും മാറി നിന്നിട്ട് ഇങ്ങനെ ഒളിഞ്ഞ് കളിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഇതാ മോൻ്റെ ഫുഡ് റെഡി ആയിട്ടോ. ഇതാ ചോറ് അരച്ചതും അതേപോലെ പപ്പായ താളിച്ചതില്ലേ അതും പിന്നെ മീൻ പൊരിച്ചതും കേട്ടോ. പിന്നെ ഇതാ മോനെ തീറ്റിക്കുക എന്നുള്ളത് വലിയൊരു ടാസ്ക്കാണ് കേട്ടോ. എന്തിനെങ്കിലുമൊക്കെ കാണിച്ചു കൊടുത്ത് കുറേ നേരം കഴിപ്പിക്കണം. അപ്പം അതാ ഒരു പൂച്ചക്കുട്ടിയുണ്ട്, ആ പൂച്ചക്കുട്ടീനെ കണ്ടിട്ടാണ് കേട്ടോ 2-3 സ്പൂണെങ്കിലും കഴിക്കുന്നത്. അങ്ങനെ അതാ കഴിക്കാൻ വേണ്ടിയിട്ട് ഞാനും അവനും തമ്മിൽ നല്ലൊരു യുദ്ധം നടക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ അതാ ഞാൻ വിചാരിച്ച പോലെ അവൻ ഫുള്ളൊന്നും കഴിച്ചിട്ടില്ല, അതിൻ്റെ പകുതിയെ കഴിച്ചിട്ടുള്ളൂ കേട്ടോ. അപ്പം അതാ എല്ലാവരും പറഞ്ഞ് അത് മതി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അത് മതിയാക്കിയിട്ട് ഞങ്ങൾ ഫുഡ് കഴിക്കായിരുന്നു കേട്ടോ. അപ്പോൾ അതാ ചോറും അതേപോലെ പപ്പായ താളിച്ചതും പിന്നെ ഫിഷ് ഫ്രൈ, അച്ചാർ, പിന്നെ ഇല ഉപ്പേരി ഉണ്ട് കേട്ടോ. അതൊക്കെയാണ് കഴിക്കുന്നത്. അങ്ങനെ അതാ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് കുറച്ച് പാത്രങ്ങൾ കഴുകാണ്ട്, അപ്പോൾ അതൊക്കെ ഒന്ന് വേഗം കഴുകാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ കഴുകിക്കൊണ്ട് നിൽക്കുകയാണ് കേട്ടോ. ഞങ്ങൾ ഫുഡ് കഴിക്കാനിരുന്നപ്പോൾ ഏകദേശം 8 മണിയായിട്ടോ ടൈം. അപ്പോൾ അതാ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞിട്ട് 8:30 പാത്രങ്ങളൊക്കെ കഴുകി കഴിഞ്ഞ് ബ്രഷ് ചെയ്യുക അങ്ങനത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് കിടക്കുമ്പോഴത്തേക്കും 9 മണി 9:15 ആ ഒരു ടൈം ആവും കേട്ടോ. ഞങ്ങളിവിടെ പിന്നെ നേരത്തെ കിടക്കും, ഫുഡ് നേരത്തെ കഴിക്കും, അതേപോലെ നേരത്തെ കിടക്കും ചെയ്യും കേട്ടോ.
അങ്ങനെ അതാ കിച്ചണൊക്കെ ക്ലീനാക്കി കഴിഞ്ഞിട്ട് അരിയൊക്കെ വെള്ളത്തിലിട്ട് അങ്ങനെ നേരെ ലൈറ്റൊക്കെ ഓഫാക്കിയിട്ട് പോവുക കേട്ടോ. ഇനി പാത്രമൊക്കെ കഴുകി കഴിഞ്ഞിട്ട് ഇതാ ബ്രഷ് ചെയ്യാണ്, ബ്രഷ് ചെയ്യുക, ടോയ്ലറ്റ് പോവുക, അതൊക്കെ കഴിഞ്ഞിട്ട് നേരെ ഇതാ റൂമിൽ പോയി നോക്കുമ്പോൾ അതാ ഉപ്പച്ചി മോനെ കളിപ്പിച്ചുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ. അങ്ങനെ അതാ അവിടെ നിന്ന് മോനെ എടുത്തെങ്ങാണ്ട് നേരെ റൂമിലേക്ക് പോയി. പിന്നെ അതാ റൂമിലെത്തിക്കഴിഞ്ഞാൽ പിന്നെ വല വിരിക്കാണ്ട്, ബെഡൊക്കെ ഒന്ന് വിരിക്കാണ്ട്, കൊതുകുള്ളതുകൊണ്ട് നമുക്ക് എപ്പോഴും വല വേണം കേട്ടോ. അതുകൊണ്ട് ഇതാ ഞാൻ വലയൊക്കെ ഒന്ന് സെറ്റ് ചെയ്തെടുക്കുകയാണ്. അങ്ങനെ ഇതാ വലയൊക്കെ വിരിച്ച് കഴിഞ്ഞിട്ട് നേരെ ഇതാ മോനെ റൂമിലേക്ക് കൊണ്ടുവന്നിട്ട് കിടത്തുകയാണ്. ഇനി ഇതാ അവൻ്റെ ഡ്രസ്സൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്ത് കൊടുക്കുക, പിന്നെ ഇതാ ഡയപ്പറൊക്കെ ഒന്ന് മാറ്റി കൊടുക്കുക, പിന്നെ മെഡിസിൻ കൊടുക്കാണ്ട് അതൊക്കെ ഒന്ന് കൊടുത്തു കഴിഞ്ഞിട്ട് വേണം കിടത്താൻ. അപ്പോൾ ഇതാ ഇങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ ഞങ്ങളുടെ എല്ലാ ദിവസവും, ഏകദേശം ഇങ്ങനെയൊക്കെ തന്നെയാണ്. ഇനി മോൻ ചിലപ്പം കുറച്ച് നേരം കൂടി കളിക്കും, ഇല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് അവൻ ഉറങ്ങും കേട്ടോ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഞാൻ കുറച്ച് നേരം ഫോണിലൊക്കെ നോക്കി അങ്ങനത്തൊക്കെ കഴിഞ്ഞിട്ടേ ഞാൻ ഉറങ്ങുള്ളൂ. ഞാൻ സെയിലൊക്കെ വന്നതിന് ശേഷമേ ഞാൻ ഉറങ്ങുള്ളൂ കേട്ടോ. സെയിൽ വരുമ്പോൾ പിന്നെ കുറച്ച് ലേറ്റ് ആവും. അപ്പോൾ ഇതാ മോനിതാ ഫില്ലർ വെച്ചിട്ട് ഇപ്പോൾ കുറച്ച് നേരം അങ്ങനെ കളിക്കുന്നുണ്ട്. മരുന്ന് കൊടുത്തതിന് ഫില്ലർ വെച്ചിട്ട് അങ്ങനെ കളിക്കുക കേട്ടോ. അപ്പോൾ ഇതാ ഇങ്ങനെയൊക്കെയാണ് കേട്ടോ ഞങ്ങളുടെ ഒരു ദിവസത്തെ ഈവനിങ് ഒക്കെ ഇങ്ങനെയാണ് കേട്ടോ നടക്കാറ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും എന്തായാലും ലൈക്ക് ചെയ്യുക, അതേപോലെ കമൻറ്റ് ചെയ്യുക, അതേപോലെ ഷെയർ ചെയ്യുക കേട്ടോ. അതുപോലെ തന്നെ ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, എന്നിട്ട് ഞങ്ങൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ.